CPI സംസ്ഥാന സമ്മേളനത്തിൽ പോലീസിനെതിരെ രൂക്ഷ വിമർശനം. പോലീസ് ചെയ്യുന്നത് ജനങ്ങൾ കാണുന്നുണ്ട്, എന്നിട്ടും റിപ്പോർട്ടിൽ പോലീസിനെതിരെ വിമർശനങ്ങളില്ല എന്ന് പ്രതിനിധികൾ പറയുന്നുണ്ട്. ശ്രീജിത്ത് വിശദാംശങ്ങളുമായി. ശ്രീജിത്ത്, ഈ റിപ്പോർട്ടിൽ പോലീസിനെതിരെ വിമർശനമില്ല, അജിത് കുമാറിന്റെ വിഷയത്തിൽ വിമർശനമില്ല, കൂടാതെ സുനിൽകുമാറിന്റെ പരാജയത്തിൽ മൗനം, അതൊക്കെ തീർച്ചയായും പ്രതിനിധികൾ വിമർശന വിധേയമാക്കും എന്നത് നമുക്കറിയാവുന്ന കാര്യമാണ്. ഇപ്പോൾ ആ തരത്തിൽ രൂക്ഷ വിമർശനം ഉയർന്നു വരികയാണോ പ്രതിനിധികളുടെ ഭാഗത്തു നിന്ന്? അനുജ സൂചിപ്പിച്ച പോലെ തന്നെ CPIയുടെ രാഷ്ട്രീയ പ്രവർത്തന റിപ്പോർട്ടുകളൊന്നും പോലീസിനെതിരായ പരാമർശങ്ങളില്ല, വിമർശനങ്ങളില്ല. പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട പാർട്ടി ഉന്നയിച്ച ആക്ഷേപങ്ങളെപ്പറ്റി പരാമർശമില്ല. ഇതൊക്കെയാണ് റിപ്പോർട്ടിൻ്റെ ഭാഗമായി പുറത്തു വന്ന കാര്യങ്ങൾ. എന്നാൽ ഈ റിപ്പോർട്ടിൽ ഇതൊന്നും ഇല്ലാത്തതിനെതിരെ രൂക്ഷമായ വിമർശനമാണ് രാഷ്ട്രീയ റിപ്പോർട്ടിന്മേലുള്ള ചർച്ച ആരംഭിച്ചപ്പോൾ മുതൽ ഉണ്ടാകുന്നത്. ഉച്ചവരെ രാഷ്ട്രീയ റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയിലാണ് എല്ലാ ജില്ലാ കമ്മിറ്റികളും പങ്കെടുക്കുന്നത്. ഓരോ ജില്ലാ കമ്മിറ്റിക്കും 10 മിനിറ്റ് വീതം സമയം അനുവദിച്ചിരിക്കുന്നു. ഈ ചർച്ചയിലാണ് പോലീസിനെതിരെ രൂക്ഷമായ വിമർശനം ഉണ്ടായിരിക്കുന്നത്. പോലീസ് ചെയ്യുന്നതെല്ലാം നാട്ടുകാർ കാണുന്നുണ്ട്, അതെല്ലാം ഇപ്പോൾ ദൃശ്യങ്ങളിലൂടെയും മറ്റും പുറത്തു വരുന്നുണ്ട്. എന്നിട്ടും പോലീസിനെതിരെ ഒരു പരാമർശവും ഈ രാഷ്ട്രീയ റിപ്പോർട്ടിലോ പ്രവർത്തന റിപ്പോർട്ടിലോ ഇല്ലാത്തത് എന്തുകൊണ്ടാണെന്ന ചോദ്യമാണ് പ്രതിനിധികൾ പൊതുചർച്ചയിൽ ഉയർത്തുന്നത്. ഇതെന്തായാലും ആരാണ് ഈ റിപ്പോർട്ട് എഴുതിയത്, ആരാണ് ഈ പോലീസിനെ പിന്തുണയ്ക്കാനുള്ള തീരുമാനമെടുത്തത് തുടങ്ങിയ ചോദ്യങ്ങളാണ് പ്രതിനിധികൾ ഈ ചർച്ചയിൽ ഉന്നയിക്കുന്നത്. ഇതോടൊപ്പം തന്നെ പാർട്ടിയുടെ ദേശീയ നേതൃത്വം തികഞ്ഞ പരാജയമാണെന്ന വിമർശനവും പ്രതിനിധികൾ ഉന്നയിക്കുന്നുണ്ട്. ദേശീയ തലത്തിൽ പാർട്ടിയുടെ സ്ഥിതി ക്ഷയിച്ചു വരികയാണ്, പാർട്ടി ദുർബലപ്പെട്ടു. സമരങ്ങൾ ഏറ്റെടുക്കുന്നതിൽ പോലും പാർട്ടിയുടെ ദേശീയ നേതൃത്വം തികഞ്ഞ പരാജയമാണ്. ജനകീയ വിഷയങ്ങൾ ഉയർത്തിക്കാട്ടിക്കൊണ്ടുള്ള സമരങ്ങളാണ് ഉണ്ടാകേണ്ടത്. അത്തരം സമരങ്ങളിൽ മറ്റ് കക്ഷികളുടെ പങ്കാളികളായി മാറുന്ന രീതിയിലേക്ക് CPI അധപ്പതിച്ചു എന്ന വിമർശനമാണ് ഈ പൊതുചർച്ചയിൽ ഉയരുന്നത്. അനുജ, അതായത് ഇപ്പോൾ ഈ വിഷയത്തിലൊക്കെ എന്തുകൊണ്ടാണ് റിപ്പോർട്ടിൽ മൗനം പാലിച്ചിരിക്കുന്നതെന്ന ചോദ്യമാണ് പ്രതിനിധികൾ ഉയർത്തുന്നത്, അല്ലേ? പ്രത്യേകിച്ച് ഈ അജിത് കുമാറിന്റെ വിഷയമൊക്കെ അന്ന് CPI വളരെ ശക്തമായി തന്നെ ഉന്നയിച്ചിരുന്നതാണ്. ബിനോയ് വിശ്വത്തിന്റെ ഒക്കെ പ്രതികരണങ്ങൾ, പല ഘട്ടങ്ങളിൽ അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് നടത്തിയ പ്രതികരണങ്ങളൊക്കെ നമുക്കറിയാം. പക്ഷേ എന്തുകൊണ്ട് ഇതേക്കുറിച്ചൊന്നും പറയുന്നില്ല? അത് തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ അത്തരം വിമർശനങ്ങൾ വേണ്ടതില്ല എന്ന നിലപാടാണോ നേതൃത്വത്തിനുള്ളത്? ശ്രീജിത്ത്. അനുജ, തിരഞ്ഞെടുപ്പ് അടുത്ത കാലത്ത് പോലീസിനെതിരായ വിമർശനങ്ങളും സർക്കാരിനെതിരായ വിമർശനങ്ങളും എണ്ണി പറയുന്നത് ദോഷകരമാകും, പ്രത്യേകിച്ചും രാഷ്ട്രീയ അന്തരീക്ഷത്തെ ദോഷം ചെയ്യുമെന്നാണ് സംസ്ഥാന നേതൃത്വത്തിൻ്റെ നിലപാട്. അതാണ് ഇത്തരം കാര്യങ്ങൾ ഇല്ലാത്തതിനെപ്പറ്റി സംസ്ഥാന നേതൃത്വം വിശദീകരിക്കുന്നതും. എന്നാൽ പോലീസുമായി ബന്ധപ്പെട്ടും തൃശ്ശൂർ പൂരം കലക്കലുമായി ബന്ധപ്പെട്ടും അജിത് കുമാറിനെതിരായ നിലപാടുകളും മറ്റും CPI ഉയർത്തിക്കൊണ്ടുവന്ന വിഷയങ്ങളാണ്. അങ്ങനെ പാർട്ടി ഉയർത്തിക്കൊണ്ടുവന്ന വിഷയങ്ങൾ പോലും തമസ്കരിച്ചുകൊണ്ടുള്ള റിപ്പോർട്ട് തയ്യാറാക്കാൻ എങ്ങനെ നേതൃത്വം തയ്യാറായി എന്ന ചോദ്യമാണ് പ്രതിനിധികൾ ഈ പൊതുചർച്ചയിൽ ഉയർത്തുന്നത്. അതുകൊണ്ട് തന്നെ പോലീസിനെ ന്യായീകരിക്കുന്ന ഒരു തരത്തിലുള്ള പ്രവൃത്തിയും ഭൂഷണമല്ല. തൃശ്ശൂരിൽ പാർട്ടിയുടെ പരാജയത്തിനടക്കം കളമൊരുക്കിയത് ഈ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട ആക്ഷേപങ്ങളാണ് തുടങ്ങിയ വിമർശനങ്ങളെല്ലാം ഗ്രൂപ്പ് ചർച്ചയിൽ ഉയർന്നു വന്നു. അതെല്ലാം ഈ പൊതുചർച്ചയിലും പ്രതിഫലിക്കുകയാണ്. അതിൻ്റെ ആദ്യ സൂചനകളാണ് ഇപ്പോൾ ചർച്ച 1 മണിക്കൂർ പിന്നിടുമ്പോൾ പുറത്തു വരുന്നത്. അതാണ് CPIയുടെ രാഷ്ട്രീയ പ്രവർത്തന റിപ്പോർട്ടിൽ പോലീസിനെതിരെ ഒരു വിമർശനവുമില്ല എന്നുള്ളതാണ്. മൗനം പാലിക്കുകയാണ്. വിവിധ വിഷയങ്ങളിൽ പാർട്ടി ഉയർത്തിക്കൊണ്ടുവന്ന വിഷയങ്ങളിൽ പോലും മൗനം പാലിക്കുന്നു. അതിലിപ്പോൾ പ്രതിനിധികളുടെ രൂക്ഷ വിമർശനം ഉണ്ടാവുകയാണ്. എങ്ങനെയാണ് പോലീസിനെ ന്യായീകരിക്കാൻ കഴിയുക എന്ന ചോദ്യം, ഈ റിപ്പോർട്ട് ആര് എഴുതിയതാണ് തുടങ്ങിയ ചോദ്യങ്ങൾ, വിമർശനങ്ങൾ ഉയർത്തിക്കൊണ്ട് പ്രതിനിധികളുടെ വിമർശനം അത് തുടരുന്നുണ്ട് എന്നതാണ് ശ്രീജിത്ത് നൽകിയ വിവരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.